3 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ആൻഡ് 3 ഗോളുകൾ. ആഴ്സണലിനെതിരെയുള്ള ഈ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഫിക്സ്ചറിൽ ജയിക്കാൻ യുണൈറ്റഡിന് ആ 3 ഷോട്ട് മാത്രം മതിയായിരുന്നു. ഹോണസ്റ്റ്ലി അങ്ങനല്ല കേട്ടോ. ആ 3 ഗോളുകൾക്ക് പുറമെ കുറച്ച് ഭാഗ്യം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് ഇന്ന് യുണൈറ്റഡിന്റെ ഒപ്പം. ആ 2 ഹാൻഡ് ബോൾ അപ്പീൽസ് ആയാലും സുബിമെൻഡിയുടെ മിസ്റ്റേക്ക് ആയാലും ഒരു മാച്ചിൽ തന്നെ 2 ഔട്ട്സൈഡ് ദ ബോക്സ് ബാങ്ങേഴ്സ് ഫ്രം യുണൈറ്റഡ് പ്ലേയേഴ്സ്. എല്ലാം കൊണ്ടും എന്താ പറയാ, യുണൈറ്റഡ് ഈ മാച്ച് ജയിക്കണമെന്ന് ആരോ പറഞ്ഞ പോലെ ദ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടേനു. ഈ ഒരു മാച്ചിനെ കുറിച്ചിട്ട് കൂടുതൽ പറയുന്നതിന് മുന്നേ നമുക്ക് മറ്റൊരു കാര്യം അഡ്രസ് ചെയ്യാനുണ്ട് കേട്ടോ. ISL ന്യൂ സീസൺ ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ്. കഴിഞ്ഞൊരു 48 മണിക്കൂറിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുൾ 4 പ്ലേയേഴ്സിനെയും നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ മറ്റുള്ള ക്ലബ്സിലേക്കൊക്കെ ആയിട്ട് പോകാനുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ആൻഡ് അതിന് പുറമെ ഐമൻ അസ്ഹർ, ഈ വരാൻ പോണ സീസണിൽ നമുക്ക് ഏറ്റവും അധികം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന 2 യങ് ഇന്ത്യൻ ടാലൻസ്, അവരെ നമ്മളിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആൻഡ് ആ ഒരു കാര്യത്തിലാണെന്ന് തോന്നുന്നു ഫാൻസിന് കുറച്ച് എന്താ പറയാ ആങ്കർ നമ്മുടെ മാനേജ്മെന്റ് ടുവേർഡ്സ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ, ഐമനും അസ്ഹറും അവരുടേതായിട്ടുള്ള ഒരു ഡിസിഷനിൽ ക്ലബ്ബ് വിടാനുള്ള ഒരു തീരുമാനം എടുത്തതാണെന്നാ. അതിന്റെ റീസൺ ഒന്നും നമുക്കറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നുണ്ട്. നല്ല പ്ലേയേഴ്സിനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു ക്ലബ്ബാണ് നമ്മുടേത് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പലതരത്തിലുള്ള റൂമേഴ്സ് ഒക്കെ അവിടെയും ഇവിടെയും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ബട്ട് റിയൽ റീസൺ എന്താന്ന് ക്ലബിനും പ്ലേയേഴ്സിനും മാത്രമേ അറിയുള്ളൂ. ഓൾസോ ഫാൻസിന്റെ ഭാഷയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നടക്കുന്ന ആ ഡീസെയിലിന് പുറമെ കുറച്ച് വാങ്ങൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് കൊടുക്കലല്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൗളിൻ ബോർജസിനെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ 3 അക്കാഡമി ഗ്രാജുവേറ്റ്സ് കൂടെ ഈ ഒരു സീസണിൽ നമുക്ക് വേണ്ടിയിട്ട് കളിക്കും എന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ ലീഗിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള അജ്സൽ, കാലിക്കറ്റ് FC അജ്സലിന്റെ ടീംമേറ്റ് ആയിരുന്ന ജഗന്നാഥ്, ആൻഡ് കണ്ണൂർ വാരിയേഴ്സിനോടൊപ്പം സൂപ്പർ ലീഗ് ചാമ്പ്യൻ ആയിട്ടുള്ള എബിൻ ദാസ്. ഇതിനെല്ലാം പുറമെ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു യങ് ഫോറിൻ അറ്റാക്കർ കൂടെ KBFC അൺഎക്സ്പെക്റ്റഡ്ലി അങ്ങോട്ട് അനൗൺസ് ചെയ്ത് ജർമ്മനിയുടെ അണ്ടർ-18 ടീമിലൊക്കെ കളിച്ചിട്ടുള്ള 22-കാരനായിട്ടുള്ള മർലോൺ ഡ്രോസ്ട്രോഹിയോ എന്ന് പറയുന്ന ഒരു പ്ലെയറെയാണ് KBFC സൈൻ ചെയ്തിട്ടുള്ളത്. ആളുടെ ഒരു ബെസ്റ്റ് സംഭവം എന്ന് പറയാനുള്ളത് യൂത്ത് ലീഗിലുള്ള ആളുടെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ സീനിയർ കരിയറിൽ നമുക്ക് കാണാൻ മാത്രമുള്ള ഒന്നും ആൾ ഇതുവരെ ചെയ്തിട്ടില്ല. ബട്ട് ഈ ഒരു പ്ലെയർക്കായാലും ഇനി KBFC സൈൻ ചെയ്യാൻ പോകുന്ന ഫോറിനേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് എല്ലാവർക്കും ഒരു ക്ലീൻ സ്ലേറ്റ് തന്നെ ഞാൻ എൻ്റെ ഒപ്പീനിയനിൽ കൊടുക്കാൻ കേട്ടോ. ഹൈപ്പും ഇല്ല, ഡിസപ്പോയിൻമെന്റ്സും ഇല്ല. ഒരുവിടെ വരട്ടെ, ഓരെ കൊണ്ട് കഴിയണത് ചെയ്യട്ടെ, അത്ര ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഈ ലീഗിന്റെയും നമ്മളെ നാട്ടിലത്തെ ഫുട്ബോളിന്റെയും അവസ്ഥക്ക് വെച്ചിട്ട് ഞാനില്ലേ ഇനി യുണൈറ്റഡ് വേഴ്സസ് ആഴ്സണൽ മാച്ചിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ടാക്ടിക്കലി വിഷനറി അങ്ങനെ സംഭവങ്ങൾ സംസാരിക്കാന്ന് വിചാരിച്ചിരിക്കാൻ കേട്ടോ. എഫ് ദാറ്റ്. കാരണം അതിനേക്കാളും വലിയൊരു സംഭവം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. യുണൈറ്റഡിന്റെ വിങ്ങർ അമാജിയാലോ ട്വിറ്ററിൽ ഒരു ആഴ്സണൽ ഫാനിനെ തലങ്ങും വിലങ്ങും ഊക്കുകയാണ്. ആ ഫാൻ ആഴ്സണൽ 4-0 ഈസി ആയിട്ട് ജയിക്കുമെന്നൊന്നും അറിയാതെ പറഞ്ഞു പോയി. ലെറ്റ്സ് ബി റിയൽ. നിങ്ങൾ എത്ര വലിയ ആഴ്സണൽ ഫാൻ ആണെന്നുണ്ടെങ്കിൽ പോലും സിറ്റിനെ തോൽപ്പിച്ച് വരുന്ന ഈ ഒരു യുണൈറ്റഡിന്റെ മുന്നിൽ ഒരു ഈസി വിന്ന് കിട്ടുന്നൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യില്ല. പക്ഷേ ഇവിടെയുള്ളൊരു സംഭവം എന്താണെന്നറിയോ, ഒരു ടൈറ്റിൽ ചാർജിലുള്ള അല്ലെങ്കിൽ ഇത്തവണത്തെ പ്രീമിയർ ലീഗ് അടിക്കുന്ന ഒരു 80% എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടീമാണ് ആഴ്സണൽ. അപ്പൊ മിനിമം ആ ഒരു ലെവലിലുള്ള ഒരു പെർഫോമൻസ് എങ്കിലും കാഴ്ച വെച്ചിട്ട് തോൽക്കുകയാണെങ്കിൽ ഒരു രസമായിരുന്നു. പക്ഷേ കുറെ പാസസും പൊസിഷനൊക്കെ ഉണ്ടെങ്കിലും ടൈറ്റിൽ ഡിസേർവ് ചെയ്യുന്ന ടീം ഇതാണ് എന്ന് ഒരിക്കൽ കൂടെ പറയിപ്പിക്കാനുള്ള ടൈപ്പ് ഓഫ് പെർഫോമൻസ് അവരുടെ ഭാഗത്തുനിന്ന് വന്നില്ല. ആൻഡ് യുണൈറ്റഡ് അടിച്ച ഗോളുകൾ, എസ്പെഷ്യലി ദോർഗുവിന്റെയും കുഞ്ഞയുടെയും ഗോളുകൾ, അതിനിപ്പോ എന്താ ഇപ്പൊ പറയാ, അങ്ങനത്തെ ഗോൾ ഇപ്പൊ ഏത് ടീമിൽ ഏത് പ്ലെയർ അടിച്ചു കഴിഞ്ഞാലും അതങ്ങോട്ട് സഹിക്കുക, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞേരി, ഡോർഗുവിന്റെ ആ ഒരു ഗോളിലെ ആ ഒരു പ്ലേ ആയാലും ആ ഒരു ഫസ്റ്റ് ടച്ച് എടുത്തിട്ടുള്ള ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുള്ള ഷോട്ട് ആയാലും, കീപ്പർ മാക്സിമം ഡൈവ് ചെയ്തു. ഇനിയിപ്പോ വേറെ എന്താ അവിടെ ചെയ്യാൻ പറ്റുക? കുഞ്ഞയുടെ ഗോളിന് ആരും എക്സ്പെക്ട് ചെയ്യൂല അങ്ങനെ ഒരു സംഭവം. ആ ഒരു പ്ലേ കഴിഞ്ഞിട്ട് ആള് തിരിഞ്ഞൊരു അടി അടിക്കുന്ന ആരാ ഇപ്പൊ പ്രതീക്ഷിച്ചത്? അതും ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതങ്ങോട്ട് ക്ഷമിക്കുക. എന്തൊക്കെയാണേലും ആഴ്സണൽ ഫസ്റ്റ് സ്കോർ ചെയ്ത മാച്ചിൽ അവരങ്ങനെ തോൽക്കാറില്ല എന്നുള്ള ഒരു സംഭവം, അതുപോലെ എമിറേറ്റ്സിൽ യുണൈറ്റഡ് ജയിച്ചിട്ട് കുറെ വർഷങ്ങളായി എന്നുള്ളൊരു സംഭവം, അതൊക്കെ നമുക്ക് അങ്ങോട്ട് മറക്കാം. പോയിന്റ് ടേബിളിൽ ആഴ്സണൽ ഇപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ്. ആൻഡ് യുണൈറ്റഡിനെ സംബന്ധിച്ച് അവരിപ്പോ ടോപ്പ് 4 വേറെ ഇപ്പൊ എന്താ, ലാ ലീഗയില് റയൽ മാഡ്രിഡ് 2-0, അതും എംബാപ്പയുടെ ബ്രേസില് വിയറയലിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടോ,
റയൽ മാഡ്രിഡ് ജയിച്ചെങ്കിൽ പോലും ബ്രഹീം ഡിയാസിനെ സംബന്ധിച്ച് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഡേയ്സ് ആഫ്റ്റർ എഫ്കോൺ ഫൈനൽ. അതുപോലെ ബാർസലോണ 3-0 റയൽ ഒവിയോരയെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ലമീൻ യമാൽ ആളൊരു അക്രോബാറ്റിക് ഒരു കിഡിലൻ ഗോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഓൾസോ ബയൺ മ്യൂണിക്കിന് ഈ ഒരു സീസണിലെ അവരുടെ ആദ്യത്തെ തോൽവി ബുണ്ടസ് ലീഗയിൽ വന്നിരിക്കുകയാണ് വേഴ്സസ് ഓക്സ്ബർഗ്. അവര് 1-2 തോറ്റു. ബുണ്ടസ് ലീഗ ടേബിൾ നോക്കിയപ്പോൾ മറ്റൊരു സർപ്രൈസിങ് കാര്യം കൂടെ ഞാൻ കണ്ടു. ബൊറൂസിയ ഡോർട്ട്മുണ്ടിനും ഈ ഒരു സീസണിൽ ഇതുവരെ ഒരൊറ്റ തോൽവി മാത്രമേ ഉള്ളൂ ബുണ്ടസ് ലീഗിൽ. വാവ്.